അത് ശ്രീകണ്ഠേശ്വരം അന്ന് BJP കോട്ടയാണ്. അതെ, അവിടെ പോയിട്ട് കൊടി ഉയർത്തിട്ട് തിരിച്ച് വീട്ടിൽ വരാമെന്നുള്ള ധാരണയോടുകൂടിയല്ല ഞങ്ങളൊന്ന് പോകുന്നത്. ഒരു വീട് തീയുടെ അതെങ്ങനെ പ്രതിരോധിച്ചോ? അല്ല, അത് 2 സംസ്ഥാനങ്ങൾ പോയതുപോലെ കേരളവും ഈ പാർട്ടിയെ കൈവിട്ടു പോവുകയാണ്. അത് പറയുമ്പോൾ ഇപ്പോഴും വളരെയേറെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാവത്തില്ല. RSS ആക്രമിച്ചിട്ടുണ്ട് പാർക്കുളങ്ങര ക്ഷേത്രത്തിന്റെ മുമ്പേ. നിരവധി പ്രാവശ്യം അങ്ങനെ നിരവധി പ്രാവശ്യം ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് കംപ്ലീറ്റ് ഒഴിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഗീർവാണം വിടാൻ വേണ്ടി മാത്രം അഹങ്കാരം ഒട്ടും ചോരാതെ എനിക്ക് വളരെ അതിശയം തോന്നത്തക്ക രീതിയിലുള്ള സപ്പോർട്ടാണ് എൻ്റെ മെസ്സഞ്ചറിലും എൻ്റെ ഫോണിലൂടെ എനിക്ക് ആൾക്കാർ 1-2 അല്ലെങ്കിൽ ആദ്യമേ പറഞ്ഞു നിരവധി ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. കണ്ണൂരിൽ എന്ന പോലെ തിരുവനന്തപുരത്തും രക്തസാക്ഷി ഫണ്ട് വിവാദമായിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ CPMൻ്റെ പ്രധാന പ്രവർത്തകനായ VV വിഷ്ണുവിൻ്റെ രക്തസാക്ഷി ഫണ്ട് CPM മുക്കി എന്ന ആരോപണവുമായി എത്തിയിരിക്കുന്നത് VV വിനോദാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ VV വിനോദ് സ്പോർട്സ് കൗൺസിലിൽ നിരവധി കുട്ടികൾക്ക് കരാട്ടെ പകർന്നു കൊടുത്ത അധ്യാപകൻ, തിരുവനന്തപുരത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകിയ അധ്യാപകൻ, മാത്രമല്ല പാർട്ടി മെമ്പർ. അതിലുപരി പാർട്ടിയുടെ ഒരു സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് ആളില്ലാതെ നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിർജീവമായ ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി ഒരുപാട് പാർട്ടിക്ക് വേണ്ടി അനുഭവിക്കുകയും ചെയ്ത VV വിനോദ് കേരള രാഷ്ട്രീയത്തോട് സംസാരിക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. അപ്പോൾ വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ്. ഏകദേശം 50 വർഷം പാർട്ടി പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ 50 വർഷത്തിലുടനീളം പാർട്ടി പ്രവർത്തനത്തിൽ ഒരു കാലഘട്ടം 85 കാലഘട്ടത്തിൽ പാർട്ടിയുടെ സഖാക്കൾ എന്ന് പറയുന്നത് വിനോദ്, പ്രേം സലീം, ഇങ്ങനെയുള്ള 2 കടത്തലയ്ക്കൽ മോഹനെ, ഇങ്ങനെയുള്ള 2-3 പേര് മാത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ 5-6 പേരുണ്ടായിരുന്നു. പക്ഷെ അത്ര അങ്ങനെ വിരലിലെണ്ണാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഭീമല്, കിച്ചൻ, കടത്തലയ്ക്കൽ മോഹനൻ, വേണു, പ്രേം സലീം, ലാലു ജോസഫ്, നമ്മുടെ പാർട്ടി സ്ഥാപക നേതാവായ OJ ജോസഫിന്റെ മകനാണ് ലാലു ജോസഫ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അന്ന് RSSന്റെ ആക്രമണം നിരന്തരമായി പാർട്ടി പ്രവർത്തനം എന്നുള്ളത് അന്ന് ശരിക്കും ഇപ്പോഴത്തെ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് പോലെ ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. രാവിലത്തെ ജാഥയ്ക്കൊക്കെ ഞങ്ങളൊരു 6-7 പേരെ ഉണ്ടാവുള്ളൂ. അത് ശ്രീകണ്ഠേശ്വരം അന്ന് BJP കോട്ടയാണ്. അവിടെ പോയിട്ട് കൊടി ഉയർത്തിട്ട് തിരിച്ച് വീട്ടിൽ വരാമെന്നുള്ള ധാരണയോടുകൂടിയല്ല ഞങ്ങളൊന്ന് പോകുന്നത്. അന്ന് ഞാൻ കുറച്ച് ചെറുപ്പമാണ് ഇവരുമായിട്ട്. അപ്പോൾ ഈ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ പോകുന്നത് പോകുക എന്നുള്ള ലക്ഷ്യമാണ്, തിരിച്ചു വരൂ ഇല്ലെന്നുള്ള ലക്ഷ്യത്തോടെ അല്ല പോകുന്നത്. അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തനം ഇപ്പോൾ ആരാണ് നടത്തുന്നതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ സുഖലോലുബയിലാണ് മിക്കവാറും. എന്ന് വെച്ചാൽ ഞാൻ ആ വാക്ക് ഉദ്ദേശിച്ചത് നമുക്ക് അത്യാവശ്യം നടന്നു പോകാനും ആഹാരം കഴിക്കാനും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് അതൊന്നുമില്ല. ഒരു വീട് തീയുടെ അതെങ്ങനെ പ്രതിരോധിച്ചോ? അല്ല, അത് അനിയൻ്റെ സുഹൃത്തുക്കൾ, വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ ഏറിയ പങ്കും സുഹൃത്തുക്കളാണ്. പാർട്ടി ഉണ്ടായിരുന്നെങ്കിലും അതിനോടൊക്കാൾ ഉപരി സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ അതിനുവേണ്ടി മെനക്കെട്ട് നിന്നിട്ടാണ് അതെ അങ്ങനെയാണ് സംരക്ഷിച്ചത്. പക്ഷെ പാർട്ടി വഞ്ചൂര് പാർട്ടി എന്ന് പറയുന്നത് ഈ നേതൃത്വമല്ല, അവിടെയുള്ള അണികളാണ് പാർട്ടിക്കാർ. തിരുവനന്തപുരത്ത് വെച്ച് ഏറ്റവും ശക്തമായ ലോക്കൽ കമ്മിറ്റി വഞ്ചൂരാണ്. അതെ, തിരുവനന്തപുരം ജില്ലയിലെ ശക്തമായ ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് വഞ്ചൂര് ലോക്കൽ. RSS ആക്രമിച്ചിട്ടുണ്ട് പാർക്കുളങ്ങര ക്ഷേത്രത്തിന്റെ മുമ്പേ. നിരവധി പ്രാവശ്യം അങ്ങനെ നിരവധി പ്രാവശ്യം ആക്രമണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ തലമുടി നാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടുള്ള അനുഭവങ്ങൾ നിരവധിയാണ്. 1-2 അല്ല, നിരവധിയാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഒരു രീതിയിൽ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല. പക്ഷെ അപ്പോഴുണ്ടായിരുന്ന പ്രവർത്തകർ ഇപ്പോഴുണ്ട്, അവർക്കറിയാം. ആ പ്രവർത്തകര് ഈ ഒരു അസംഗത ഘട്ടത്തിൽ വല്ലാത്തൊരു ഘട്ടമാണ് ഇപ്പോൾ വിനോദത്തിനിക്കുന്ന ഘട്ടം. കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഹാർദമായി സ്വീകരിച്ചിരിക്കുന്നു. പഴയ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പിന്തുണ തരാറുണ്ടോ?
പഴയ സുഹൃത്തുക്കളല്ല, പഴയ സുഹൃത്തുക്കൾ മാത്രമല്ല, പാർട്ടി ലൈവായിട്ട് നിൽക്കുന്ന സഖാക്കളടക്കം നിരവധി പേർ, ഒന്നും രണ്ടും പേരൊന്നുമല്ല, നിരവധി പേർ വിളിച്ച് മാനസികമായും ശാരീരികമായുമുള്ള സപ്പോർട്ട്, എപ്പോൾ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന രീതിയിലുള്ള സപ്പോർട്ടും, അതുപോലെ രാജ്യത്തും വിദേശത്തും ഉള്ള ആൾക്കാരുടെ, വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് അടക്കമുള്ള ആൾക്കാർ വിളിച്ച് പറയുന്നതും, അതുപോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്തത് ചേട്ടൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്ന കുറേയേറെ കുഞ്ഞനുജന്മാരും, അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ട്. എനിക്ക് വളരെ അതിശയം തോന്നത്തക്ക രീതിയിലുള്ള സപ്പോർട്ടാണ് എൻ്റെ മെസ്സഞ്ചറിലും എൻ്റെ ഫോണിലൂടെ എനിക്ക് വിളിച്ചു പറഞ്ഞതും മെസ്സേജ് അയച്ചും തന്നത്. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് പാർട്ടി സംസ്ഥാന ഘടകത്തിനെതിരായിട്ട് നിന്ന് സംസാരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് ശരിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ കൂടിയത് എത്രത്തോളം ആൾക്കാരാണെന്ന് മനസ്സിലാകുന്നു. അപ്പം അത്രയും പേരെ നമുക്കവിടെ ഈ രീതിയിൽ കൂടി അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതേപോലെ നമുക്കിപ്പോൾ ഇവിടെ ഈ പ്രത്യക്ഷത്തിൽ ഇറങ്ങി നിന്ന് സംസാരിക്കാനായിട്ട് ചിലപ്പം പറ്റാത്ത ആൾക്കാരാണ്, ഒരുപാട് അച്ചടക്കത്തിൻ്റെ പേരിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിരവധി പേർ അങ്ങനെ സംസാരിച്ചത്. അവരുടെ എല്ലാം പിന്തുണയും എന്ന് വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ തക്കവണ്ണം, എന്ന് വേണമെങ്കിലും ഈ നിലപാടുകളിൽ വ്യത്യാസം വരുത്താൻ, മാറ്റം വരുത്താൻ തക്കവണ്ണം ഉള്ള നിൽക്കുന്ന തരത്തിലുള്ള സപ്പോർട്ട്, അതാണ് എനിക്ക് നിരവധി ആൾക്കാർ, ഒന്നും രണ്ടും അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, നിരവധി ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതൊരു മാറ്റമാണ്, ചെറിയ മാറ്റമല്ല, നമ്മൾ മിസ്സായി പോകുന്ന, നമ്മൾ അറിയാതെ പോകുന്ന മാറ്റമാണ്. കാതലായ മാറ്റം വരുമ്പോൾ മാറണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച നേതാക്കന്മാർ ആണ് നമുക്കുള്ളത്. പക്ഷേ നിലപാടുകളിലല്ല മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ നേതാക്കൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് നിലപാടിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പറ്റിയ പാളിച്ച. മന്ത്രി ശിവൻകുട്ടിയായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു വിനോദിന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ട്രെയിനർ, സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് അദ്ദേഹത്തെ അറിയാവുന്നതാണ്. അതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ 14 വർഷം കൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് മാത്രമല്ല, ഇതേ നമ്മുടെ കാര്യങ്ങളല്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, ഇതിൻ്റെ കാര്യം അദ്ദേഹത്തോടും സൂചിപ്പിച്ചു, ഗോവിന്ദമാഷിനോടും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രവീന്ദ്രനാഥ് നാളിനെ തരം താഴ്ത്തിയതിനു ശേഷം തിരിച്ച് CIT ജില്ലാ സെക്രട്ടറി ആക്കാൻ പോകുന്ന സമയത്ത് കുടുംബത്തിൻ്റെ പേരിൽ പരാതി ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ സംസ്ഥാന സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ട് ഏകദേശം 5 മാസമായി. ആ പരാതി നിലനിൽക്കെയാണ് ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് CIT ഹെഡ്ലോഡ് വിഭാഗത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോൾ വല്ലാത്ത രീതിയിൽ വീർപ്പൂട്ടിയിരിക്കുകയായിരുന്നു ഞാനും എൻ്റെ കുടുംബവുമെല്ലാം. പക്ഷേ അതിന് എനിക്ക് പ്രചോദനമായത് കുഞ്ഞികൃഷ്ണൻ സഖാവ് തന്നെയാണ്. ഒരു തുടക്കക്കാരൻ മലബാറിൽ നിന്നുണ്ടെങ്കിൽ ഇങ്ങ് തെക്ക് ഭാഗത്ത് എനിക്കത് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം കിട്ടി. ഞാനത് പറഞ്ഞു. അതുപോലെ ഇത് തുടക്കമാണ്, ചെറുതല്ല. കുഞ്ഞികൃഷ്ണൻ വിളിച്ചിരുന്നു? ഇല്ല, വിളിച്ചില്ല. തുടക്കമാണിത്, ചെറിയ തുടക്കമല്ല, വളരെ വലിയ തുടക്കമാണ്. നമ്മുടെ 2 സംസ്ഥാനങ്ങൾ പോയതുപോലെ കേരളവും ഈ പാർട്ടിയെ കൈവിട്ടു പോകാൻ പോവുകയാണ്. അത് പറയുമ്പോൾ ഇപ്പോഴും വളരെയേറെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ആ ഒഴുക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒഴുക്ക് എവിടെ നിന്നെല്ലാം ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ, MLA, ലോക്കൽ സെക്രട്ടറിമാർ, അങ്ങനെ മുഴുവൻ പേരും. ഇപ്പോഴത്തെ മലപ്പുറത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വലിയ വിഭാഗം 51 CIT തൊഴിലാളികൾ അപ്പാടെ മാറി BJPയിലേക്കാണ് പോയത്. ഇതിൻ്റെ ഒഴുക്ക് വളരെ വലിയ രീതിയിൽ BJPയിലേക്കും പിന്നെ കോൺഗ്രസിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് കംപ്ലീറ്റ് ഒഴിച്ചു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഗീർവാണം വിടാൻ വേണ്ടി മാത്രം, അഹങ്കാരം ഒട്ടും ചോരാതെ ഗീർവാണം വിടാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ പാർട്ടിയായിട്ട് എൻ്റെ പഴയ പാർട്ടി മാറിയതിൽ ഒരുപാട് മനസ്താപമുണ്ട്, വിഷമമുണ്ട്.